യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. തൻ്റെ പക്കൽ വചനം കേൾക്കുവാൻ വന്ന ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയ യേശുക്രിസ്തു അവർക്ക് ഭക്ഷണമായി അപ്പം നൽകിക്കൊണ്ട് അവരെ സംതൃപ്തരാക്കി. ഈ മഹാത്ഭുതം കണ്ട് ജനം വിളിച്ചു പറഞ്ഞു, വരാനിരിക്കുന്ന പ്രവാചകൻ ഇവൻ തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന ഒരു ദൈവം നമുക്ക് മധ്യയുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നാം മടി കാണിക്കാറുണ്ട്. മാനുഷിക ബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഒരു വിശ്വാസക്കുറവ് നമ്മുടെ ജീവിതത്തിലും അനുഭവപ്പെടാറില്ലേ? വാർദ്ധക്യത്തിലും തനിക്കൊരു പുത്രനെ ലഭിക്കുമെന്ന വാഗ്ദാനം അബ്രാഹാം ഏറ്റെടുത്തത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരുവാൻ നാം എങ്ങനെയായിരിക്കണമെന്ന് ഇന്നത്തെ ഷെമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കും. അതിനായി നമ്മെ സഹായിക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. അച്ഛനിലൂടെ ദൈവവചനം നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഷെമ ഇസ്രായേലിൻ്റെ എപ്പിസോഡിലെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളെവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ആത്മീയമായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ വചനം ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രത്യുത്തരം നൽകുവാനുമുള്ള കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് ഏതാനും നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വലിയ നാമത്തിൽ ഞങ്ങളിപ്പോൾ വചനം കേൾക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കുവാൻ, അതിൻ്റെ അർത്ഥം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, അതിന് വേണ്ടതുപോലെ ജീവിതം കൊണ്ട് പ്രത്യുത്തരം നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ മാനസാന്തരങ്ങളും രോഗസൗഖ്യങ്ങളും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സംഭവിക്കുവാൻ അവിടെ ഇടവരുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. നമുക്കായി അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 വഴിത്താരകളെക്കുറിച്ചാണ്. ആ വഴികളിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. 2 വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനവും ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 18, 19 വചനങ്ങളും. പുറപ്പാട് 3-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ പേര് മോശയ്ക്ക് വെളിപ്പെടുത്തിയത്.
മോശെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നിന്റെ പേരെന്താണെന്ന് പറയുക. ജനം ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് പറയുന്നതിന് വേണ്ടി നിന്റെ പേരെന്താണെന്ന് പറയുക. വളരെ വിചിത്രമെന്നും നമുക്ക് തോന്നിയേക്കാം. അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞത് ഞാൻ തന്നെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 18-19 വചനങ്ങൾ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മനോബയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും സന്ദേശം നൽകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അവസരത്തിൽ മനോവ ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ചൊരു ചോദ്യം, നിന്റെ പേരെന്താണ്? അതിന് മറുപടിയായി ദൈവത്തിൻ്റെ ദൂതൻ നൽകിയ ചില കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ എന്തുകൊണ്ടാണ് നീ എൻ്റെ പേര് ചോദിക്കുക? ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞതും ദൈവത്തിൻ്റെ ഈ ദൂതൻ മറുപടി പറഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ പേര് എല്ലാം അത്ഭുതകരമാണ്. തുടർന്ന് നമ്മൾ കാണുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 13-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം വായിച്ചാൽ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവർ കാഴ്ചകൾ സമർപ്പിക്കുന്ന രംഗം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുകയും തദനുസാരം ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന മനോവയെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് ഇസ്രായേലിൻ്റെ ദൈവം. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ, ഈ ബോധ്യത്തിൽ നമ്മൾ വളരുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒന്നല്ല ഒരു നിര അത്ഭുതം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു സാധു സ്ത്രീ വളരെ അഭിമാനത്തോടെ എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞ ഒരു സംഭവം, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. അതിന് ഞാൻ ചെയ്തത്, ഞാൻ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞത്, എൻ്റെ വയറിനകത്ത് ഒരു മുഴ, അത് ഏതാണ്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഏതാണ്ട് ഒരു 2 കിലോ വെയിറ്റുള്ള ഒരു മുഴ. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോയി. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് അങ്ങേക്കെതിരായി പാപം ചെയ്തിട്ടില്ല, ഒരശുദ്ധിയിലേക്കും പോയിട്ടില്ല. ഞാൻ വിവാഹിതയാണ്, എനിക്ക് നീ ഒരു ഭർത്താവിനെ തന്നു. ആ ഭർത്താവുമായി ജീവിച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായതല്ലാതെ ഒരു വിധത്തിലും പാപകരമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ ശരീരത്തിൽ കത്തിവെക്കാൻ നീ അനുവദിക്കരുതേ എന്ന് പറഞ്ഞാൽ, ഒരു ഓപ്പറേഷൻ കൂടാതെ കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവെ നിനക്കൊരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഹൃദയം കൊണ്ട് ഈ സാധു സ്ത്രീ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞത്, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചോ. പിന്നീട് വീണ്ടും ഒരു സ്കാനിങ് എല്ലാം നടത്തിയിട്ട് ഡോക്ടർമാർ ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, ആ മുഴ വളരെ ചെറുതായി, ഇനി അങ്ങേയറ്റം പോയ ഒരു 1/2 കിലോ അത്രേ ഉള്ളൂ. 2 കിലോ ഉണ്ടായിരുന്നത് 1/2 കിലോയുടെ വലിപ്പമായി ചുരുങ്ങിയിരിക്കുന്നു.
ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെയും ആവശ്യം വരില്ല. എനിക്ക് ഒരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല. ആ സ്ത്രീ പറയാണ്, ഇന്നും വലിയ കുഴപ്പമില്ലാതെ ആരോഗ്യവതിയായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഈ മകൾക്കായി അത്ഭുതകരമായി പ്രവർത്തിച്ചു. അതിന് കാരണമായി തീർന്നത് ആ സ്ത്രീയുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. നമുക്ക് ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന, ദൈവം ആവശ്യപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരത്ഭുതം പ്രതീക്ഷിക്കണം എന്നതാണ്. ഇംഗ്ലീഷിൽ പറയും എക്സ്പെക്റ്റ് എ മിറക്കിൾ ഫ്രം ഗാഡ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട്, 2 വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതൽ വായിച്ചാൽ, ഒരു കുഷ്ഠരോഗി കർത്താവിനെ സമീപിച്ചപ്പോൾ അവൻ്റെ മനസ്സ് അതിനൊരുങ്ങിയിരുന്നു. അവൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ പറ്റും. അവൻ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ, ആളുകളുടെ പ്രതികരണം നോക്കാതെ, അവൻ എന്തെല്ലാം സംഭവിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടാതെ അവൻ കർത്താവിനെ സമീപിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാവും. അവനൊരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, കർത്താവിൻ്റെ ശക്തിയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് അവൻ യേശുവിനെ സമീപിച്ചത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. സംശയങ്ങളല്ല അവനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നയിക്കപ്പെട്ട അവനോട് കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവൻ സുഖപ്പെട്ടു. കാരണം കർത്താവിൽ നിന്ന് അവനൊരത്ഭുതം പ്രതീക്ഷിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 46-47 തിരുവചനങ്ങൾ. ലൂക്ക 8:46-47 തിരുവചനങ്ങളുടെ സന്ദേശം. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ, തനിക്ക് രോഗം വന്ന് ചികിത്സ തുടങ്ങി, കൈവശമുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. കാശ് പോയതല്ലാതെ, പണം നഷ്ടപ്പെട്ടതല്ലാതെ അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. യേശുവിനെ സമീപിച്ചപ്പോൾ അവളും ഉള്ളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവളും യേശുവിൻ്റെ പക്കലേക്ക് ചെന്നത്. നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് തൊടാതെ തന്നെ തൊട്ട ഒരു വ്യക്തിയായിട്ട് ഈ രക്തസ്രാവക്കാരിയെ നമുക്ക് കാണാൻ പറ്റും. വേറെ പലരും കർത്താവിൻ്റെ സ്പർശനം, ശരിക്കുള്ള ശാരീരിക സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവള് കർത്താവ് തൊടാതെ തന്നെ കർത്താവിൻ്റെ തൊടൽ അനുഭവിച്ചവളാണ്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം, അവളുടെ വിശ്വാസം. ഒരത്ഭുതം നടക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവൾ കർത്താവിനെ സമീപിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ അവിടെ ഇടവന്നത്. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചില വചനഭാഗങ്ങൾ തരുന്നത് ഹോൾസെയിലായിട്ട് കർത്താവ് സൗഖ്യം നൽകിയ രംഗങ്ങൾ. 1-2 വചനഭാഗങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17 മുതൽ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വചനഭാഗം വായിച്ചാൽ
ധാരാളം പേര് കർത്താവിൻ്റെ അടുത്ത് വന്നു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വചനങ്ങൾ. മറ്റൊരു രംഗം, ഹോൾസെയിലായിട്ട് കർത്താവ് സൗഖ്യം നൽകിയത്, അത്ഭുതകരമായി കർത്താവ് സൗഖ്യം നൽകിയ രംഗമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വചനഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വചനം. അവിടെ നമ്മൾ കാണുന്നത് സ്വന്തം നാട്ടിൽ ഏതാനും ചില രോഗശാന്തികൾ കൊടുക്കാനല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് സാധിച്ചില്ല. അതിൻ്റെ കാരണവും വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അവിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നവർ അത്ഭുതം കാണും. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയിലെ അവിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടെന്നു വരില്ല. നമ്മൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ദൈവത്തിൽ നിന്നും ഒരത്ഭുതം നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിട്ട് മാറണം. രണ്ടാമത്തെ വഴിത്താര, രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തിൽ നിന്ന് അത്ഭുതം നടക്കേണ്ടതിന് അത്ഭുതം ഏറ്റെടുക്കുന്ന രീതിയിലുള്ളൊരു വിശ്വാസം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഹാവ് ആൻ എക്സ്പെക്റ്റന്റ് ഫെയ്ത്ത് എന്ന് പറയും, ഓർ എ ക്ലെയിമിങ് ഫെയ്ത്ത്. കർത്താവിൽ നിന്ന് അനുഗ്രഹം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കും എന്നുള്ളതിന് നിരവധി വചനഭാഗങ്ങൾ തെളിവാണ്. ഏതാനും വചനഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നു, കർത്താവ് വിളിച്ചു പറഞ്ഞൊരു കാര്യം, മകളെ, മകനെ, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, അതുകൊണ്ട് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. വലിയ വിശ്വാസത്തിന് വളരെ അത്ഭുതകരമായ റിസൾട്ട് കാണാൻ പറ്റിയത്. അതിലേതാനും ചില വചനഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനം. രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിച്ചു, അതിന് വലിയ പ്രതിഫലം അവൾക്ക് നൽകുകയും ചെയ്തു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശതാധിപൻ്റെ വിശ്വാസം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. വീണ്ടും ഒരു പാപിനിയായ സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് പ്രകീർത്തിക്കുന്നത് കാണാൻ പറ്റും. ലൂക്ക 7-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വചനത്തിൽ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമെടുത്താൽ ഒരു കുഷ്ഠരോഗി, അവനോട് കർത്താവ് പറഞ്ഞത്, മകനെ, നിൻ്റെ വിശ്വാസം വളരെ വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വളരാൻ പ്രാർത്ഥിക്കുക. ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കും. മൂന്നാമത്തെ വഴിത്താര, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപേക്ഷിക്കാനുള്ള മനസ്സ്. അത് ചെയ്തവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇറങ്ങി പ്രവർത്തിച്ചത് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം. യഹോഷാഫാത്ത് നിലവിളിച്ചു, കർത്താവ് അവന് വേണ്ടി അത്ഭുതകരമായി ഇറങ്ങി പ്രവർത്തിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 47 മുതലുള്ള വചനങ്ങൾ. ബർത്തമിയൂസ്, അന്ധയാചകൻ, കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, കർത്താവ് അവനെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഇഷ്ടംപോലെ വചനഭാഗങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2 മക്കബായർ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, മക്കബേയൂസ് കർത്താവിനോട് നിലവിളിച്ചു,
കർത്താവ് അവരുടെ സഹായത്തിനെത്തി. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, സൂസന്ന കർത്താവിനോട് നിലവിളിച്ചു, കർത്താവ് അവളെ രക്ഷിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഈ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകും. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതകരമായി കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്കും ഇടവരും. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം പറയുന്നുണ്ട്, നീ രോഗിയാണെങ്കിൽ നീ നിരുത്സാഹപ്പെട്ടോ നിരാശപ്പെട്ടോ അലസനായോ ഇരിക്കരുത്. കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്കായി അത്ഭുതം പ്രവർത്തിക്കുന്ന സമയമായി ഈ ആരാധനയുടെ സമയത്തെ നമുക്ക് കാണുകയും ചെയ്യാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. നമ്മൾ കണ്ടു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ നാമം അത്ഭുതമാണ്. ദൈവദൂതൻ്റെ പേര് അത്ഭുതകരമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ഒന്നാഗ്രഹിക്കാം, ഈ സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തുമെല്ലാം അത്ഭുതം നടക്കണം. അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഉയർന്നു നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ കണ്ടു ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കാനും അത്ഭുതങ്ങൾ നടക്കാനും നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന്. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിലേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വലിപ്പം കണ്ട്, അവൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം കണ്ട്, അവൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പം കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും എല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും അങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനായവനാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഇന്നും എവിടെയെല്ലാം വചനപ്രഘോഷണം നടക്കുമ്പോൾ, ധ്യാനങ്ങൾ നടക്കുമ്പോൾ എത്ര വ്യക്തികൾക്ക് ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചത് സാക്ഷ്യപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ സമയം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും അത്ഭുതം നടക്കും. ആരെ ഞാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കും.
ആ ഒരു ബോധ്യത്തോടെ നമുക്കിപ്പോൾ നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാം. വൈദികരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫലമണിയുമെന്ന് ഞങ്ങൾക്കറിയാം. നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ നിലവിളി സ്വർഗത്തിലെത്തുമെന്നും കർത്താവേ, ആ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകുമെന്നും ഞങ്ങൾക്കറിയാം. ആ ബോധ്യത്തോടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരിയേറെ പ്രയാസത്തിൽ കഴിയുന്ന മക്കള്, വേദനിക്കുന്ന മക്കള്, നിരാശയിലിരിക്കുന്ന മക്കള്, സാമ്പത്തികമായി തകർന്ന മക്കള്, സമാധാനമില്ലാത്ത മക്കള്, ബന്ധങ്ങൾ മുറിയപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന മക്കള്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഇവരെല്ലാം അവിടുന്ന് ഇപ്പോൾ കാണണമേ. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി മക്കളിലേക്ക് ഇപ്പോൾ തന്നെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിലവിളിക്ക്, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവേ അവിടുന്ന് പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായി അങ്ങ് ഇടപെടുന്നത് കണ്ട് ആനന്ദിക്കുവാൻ, കർത്താവേ വിശ്വാസത്തിൽ വളരുവാൻ ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ദേശത്തിൻ്റെയും സകല കെട്ടുകളും അഴിച്ച് നിങ്ങൾക്ക് വിടുതലും വിശുദ്ധീകരണവും സൗഖ്യവും അഭിഷേകവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.